അതിനിർണായകമായ വിവരങ്ങൾ ഷിരൂരിൽ നിന്ന്. ഷിരൂരിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിലിൽ ലോറിയുടെ ഒരു ഭാഗം, അർജുന്റെ ലോറിയുടെ ഒരു ഭാഗം കിട്ടിയിരിക്കുന്നു എന്ന വിവരമാണ് ഈ സമയത്ത് ലഭ്യമാകുന്നത്. ഏറ്റവും നിർണായകമായ സമയമാണ് ഇത്. ആ അർജുന്റെ ലോറിയുടെ ഭാഗമാണ് കിട്ടിയത് എന്ന് തിരിച്ചറിയുന്നുണ്ട് ലോറി ഉടമ കൂടിയായ മനാഫ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലോറിയുടെ ഭാഗം കിട്ടുമ്പോഴൊന്നും മനാഫ് അത്തരത്തിലുള്ള സ്ഥിരീകരണം ആദ്യഘട്ടത്തിൽ പോലും നൽകുന്നുണ്ടായിരുന്നില്ല. അത് പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ക്യാമറയിൽ സൂമിൻ ചെയ്ത് കാണിച്ച ഒരു ഭാഗത്ത് നിന്ന് അത് അർജുന്റെ ലോറിയുടെ പിൻവശമാണ്, അവിടെയുള്ള ക്രാഷ് ഗാർഡാണ് എന്ന് മനാഫിന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അത് തിരിച്ചറിയാൻ തന്നെ അവിടേക്ക് വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മനാഫ് കുറച്ചു മുമ്പ് ബിജു പങ്കജിന്റെ അടുത്ത് നിന്ന് പോകുന്നത്. ബിജു പങ്കജ് നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിജു, ഏറ്റവും നിർണായകമായ ഒരു വിവരം കിട്ടുകയാണ് ഷിരൂരിൽ നിന്ന്. അതെ, തീർച്ചയായിട്ടും അത് കാരണം കഴിഞ്ഞ 2 മാസമായിട്ട് നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്ത് പരിശോധന നടത്തണമെന്നായിരുന്നു ലോറി ഉടമ മനാഫും അതുപോലെ തന്നെ അർജുൻ്റെ കുടുംബാംഗങ്ങളും ആവശ്യപ്പെട്ടിരുന്നത്. അവിടെ ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ പരിശോധന ഏതാണ്ട് ഫലപ്രാപ്തിയിലേക്ക് എത്തുമെന്ന് കരുതാം. കാരണം രാവിലെ നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് ഒരു 2 മണിക്കൂർ മുമ്പാണ് ഓരോ കയറിൻ്റെ ഭാഗം കിട്ടി. പിന്നെ അതിൻ്റെ ശേഷമാണ് ഈ എൻജിൻ്റെ ക്രാഷ് കാർഡ്, ലോറിയുടെ ക്രാഷ് കാർഡ് എന്നറിയപ്പെടുന്ന സാധനം കിട്ടിയതായിട്ട് പറയുന്നത്. അത് ക്യാമറയിൽ സൂം ചെയ്ത് കാണിച്ചപ്പോൾ തൻ്റെ ബെൻസ് ലോറിയുടേതാണെന്ന് തന്നെ മനാഫ് സ്ഥിരീകരിക്കുകയാണ്. മനാഫ് ഇതിനിടയ്ക്ക് തിരിച്ചറിയലിനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഒരു ബാഗും കിട്ടിയിരുന്നു. അത് പക്ഷേ ബന്ധുക്കൾ അത് അർജുൻ്റേതാണ് അല്ല എന്നുള്ള സംശയമാണ് പ്രകടിപ്പിക്കുന്നത്. ഇപ്പോൾ ആ ഭാഗത്ത് തിരച്ചിൽ നടത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. 2 മാസമായിട്ട് ഇതേ ആവശ്യമായിരുന്നു അർജുൻ്റെ കുടുംബാംഗങ്ങളും അതുപോലെ ലോറിയുടെയും ആവശ്യപ്പെട്ടത്. ഈ പ്രദേശത്ത് തന്നെയാണ് മേജർ ഇന്ദ്രപാലൻ രേഖപ്പെടുത്തിയതും. അദ്ദേഹവും ഉച്ചതിരിഞ്ഞ് ഇവിടെ എത്തും. എന്തായാലും പരിശോധന ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിർണായകമായൊരു കണ്ടെത്തലാണ് നടന്നിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ലോറിയുടെ ഭാഗം തന്നെയാണെന്ന് മനാഫ് സ്ഥിരീകരിക്കുന്നു. തെരച്ചിൽ തുടരുകയാണ്. ബിജു, ഈ 2ാം ഘട്ട ദൗത്യം ആരംഭിച്ചതിന് ശേഷം എത്ര കാര്യങ്ങൾ, അതായത് നേരത്തെ ഒരു ബാഗ് കിട്ടുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം മറ്റൊരു ലോറിയുടെ ഭാഗം കിട്ടുന്നുണ്ടായിരുന്നു, അങ്ങനെ പലതും ഒരു മനുഷ്യൻ്റെതാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അസ്ഥി പോലും കിട്ടുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടക്കമുള്ള പരിശോധനാ ഫലങ്ങളൊക്കെ ലഭിക്കേണ്ടതുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഒരു ചോദ്യം മുന്നിൽ നിന്നിരുന്നു, ഇത്ര വലിയൊരു ലോറി അവിടെ നഷ്ടപ്പെട്ടു പോയിട്ട് അത് കാണാൻ കഴിയുന്നില്ലല്ലോ, അതിൻ്റെ ഒരു ഭാഗം പോലും കണ്ടെത്താൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഈ ദൗത്യമൊക്കെ നടക്കാതെ പോകുമോ, അതിൻ്റെ ഫലം കിട്ടാതെ പോകുമോ എന്നുള്ളതൊക്കെ. പക്ഷേ അർജുൻ്റെ ലോറിയുടേത് എന്ന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ സ്ഥിരീകരിക്കുന്ന ഒരു ഭാഗമെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. അതെ, അതായത് ഈ മണ്ണിടിച്ചിലിൻ്റെ ഏറ്റവും വലിയ ഒരു ദൃശ്യം ഇന്നലെ നമ്മൾ കണ്ടാണ്. ഒരു ടാങ്കർ എൻ്റെ എൻജിൻ മാത്രമായി അവശേഷിച്ച് അത് ഇന്നലെ ഉയർത്തിയെടുത്തപ്പോൾ കണ്ടാണ്. അത്രയധികം തീവ്രമായിരുന്നു, അത്രയധികം ശക്തിയോടെയുള്ള ഒരു മണ്ണിടിച്ചിലാണ് ഇവിടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ 50 ടണ്ണോളം ഭാരം തടി ലോറിയുമായി പോകുന്ന ലോറിയുടെ ഒരു ഭാഗം മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ അത്രയധികം തീവ്രമായ ഒരു ദുരന്തമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത്ര ശക്തിയേറിയ ഒരു ദുരന്തമാണ് ഉണ്ടായതെന്നാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത്. എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ആ പ്രദേശത്ത് തന്നെ കയറ് കിട്ടിയ ആ പ്രദേശത്ത് തന്നെയാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ ഭാഗത്തുനിന്ന് കൂടുതൽ വാഹനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടുമെന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. മേജർ ഇന്ദ്രപാലനും ഉച്ച കഴിഞ്ഞ് ഈ തെരച്ചിലിനൊപ്പം ചേരും. അതോടൊപ്പം തന്നെ നാവികസേനയുടെയും അതുപോലെ ഗോവയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധരും എല്ലാവരും ചേർന്ന് ആ ഭാഗത്ത് തന്നെ തെരച്ചിൽ നടത്തുകയാണ്.